ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് രാജ്യം ഏതാണ്? അത് കാനഡയാണോ, UK ആണോ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ ആണോ? അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക ഏത് രാജ്യമാണ് നിങ്ങൾക്ക് അനുയോജ്യമായത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും, ഓരോ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് പറ്റിയത് ഏതാണ് നിങ്ങൾക്ക് തന്നെയായിരിക്കും ഏറ്റവും നന്നായിട്ട് അറിയുന്നത്. അപ്പോൾ ഒരു ഫുൾ കമ്പാരിസൺ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് മടിച്ച് നിൽക്കാതെ വീഡിയോയിലേക്ക് എടുക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ PR ഓപ്പർച്യൂണിറ്റീസാണ്. PR ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ആദ്യം നമുക്ക് കാനഡ എടുക്കാം. കാനഡയിൽ എടുക്കാൻ നേരത്തെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും PR ഉറപ്പാണ്, നമുക്ക് ഫ്രാങ്കായിട്ട് പറയുവാണെങ്കിൽ കിട്ടും. പക്ഷെ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു എന്ന് പറയാം. കാര്യം പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 4 വർഷം മുന്നേയൊക്കെ പിന്നെ എവിടെ പോയാലും കാനഡയിൽ ഏത് സ്ഥലത്താണെങ്കിലും PR കിട്ടുന്നൊരു സിറ്റുവേഷനാണ്. പക്ഷെ അതല്ല ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ നേരെ വലിയ വലിയ സിറ്റീസിലൊക്കെ പോയി കഴിഞ്ഞാൽ PR കിട്ടുന്നത് ഇച്ചിരി പാടാണ്. പക്ഷെ കുറച്ച് ഡൗൺ ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും PR കിട്ടും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിൽ ആളുകളെ ഇനിയും വേണം എന്നൊരു സിറ്റുവേഷനാണ് ഉള്ളത്. അപ്പോൾ ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ട് ഇനിയും ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്നൊരു സിറ്റുവേഷൻ അങ്ങനെ വരാൻ നേരത്ത് PR ഉറപ്പാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ മെയിൻ സിറ്റിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ PR കിട്ടുന്നത് ഇച്ചിരി പാടാണ്. ഇനി UK എടുക്കാൻ നേരത്ത് PRൻ്റെ കേസിൽ പറയാൻ നേരത്ത് തുറന്ന് പറയുവാണെങ്കിൽ ഇപ്പം UK PR കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ്. കാര്യം പണ്ടത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ഉള്ളത്. പണ്ട് ആര് ചെന്നാലും PR കൊടുക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു ഉള്ളത്. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കലി ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. ഒട്ടും പൊളിറ്റിക്കലി സ്റ്റേബിൾ അല്ലാത്തൊരു കൺട്രിയാണ് UK എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ നിയമങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ഓസ്ട്രേലിയയിൽ മാറുന്നില്ല എന്നല്ല, പക്ഷേ അതിലും വേഗത്തിൽ ഓരോ ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് UKയിലുള്ളത്. അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് പിന്നെയും PR കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്നില്ല. കാര്യം അവർക്ക് അവിടെ ആളുകളെ ഇനി ആവശ്യമില്ല എന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ PR കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കാനഡയിൽ പറയുന്നില്ല അത്ര ഈസി ആയിട്ടുള്ള സിറ്റുവേഷനല്ല. നിങ്ങൾക്ക് അതനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് UKയിൽ PR കിട്ടത്തുള്ളൂ. ഇനി ഓസ്ട്രേലിയ എടുക്കാൻ നേരത്തെ എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ്. എല്ലാവരും പറയുന്നത് ഓസ്ട്രേലിയ പോയിട്ട് കാര്യമില്ല, PR കിട്ടത്തില്ല. എല്ലാവരും പറഞ്ഞേക്കുന്നത് ഓസ്ട്രേലിയ പോയാൽ PR കിട്ടത്തില്ല. പക്ഷേ അതങ്ങനെയല്ല സിറ്റുവേഷൻ. ഓസ്ട്രേലിയ PR കിട്ടും. പക്ഷേ നിങ്ങൾ പഠിക്കുന്ന ഫീൽഡിന് ഇവിടെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും PR കിട്ടും. അങ്ങനെ നോക്കാൻ നേരത്തെ ഓസ്ട്രേലിയ നന്നായിട്ട് PR പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. കാര്യം എന്നാ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കാനഡയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിൻറ്റ് സിസ്റ്റമാണ്. അവിടെ നിങ്ങൾക്ക് നല്ല പോയിൻറ്റ്സ് ഉണ്ട്, നിങ്ങൾ PR അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഫീൽഡ് ആയിക്കോട്ടെ നിങ്ങൾക്ക് PR കിട്ടും. ആ ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഓസ്ട്രേലിയ വരാൻ നേരത്ത് ആ പോയിൻറ്റ് സിസ്റ്റം അവർ ഡിവൈഡ് ചെയ്തേക്കുവാണ്. അതായത് ഇപ്പം എൻജിനീയേഴ്സിന് ഇത്ര നമ്പേഴ്സ്, എൻജിനീയേഴ്സിന് 100 പേര് വേണം, അക്കൗണ്ടൻസിന് 100 പേര് വേണം, അതുകൂടാണ്ട് ഇപ്പം ടീച്ചേഴ്സിന് 100 പേര് വേണം. അങ്ങനെ ഡിവൈഡ് ചെയ്തേക്കാം. ആ ഒരു കാറ്റഗറിയിലുള്ളതാണ് നിങ്ങളെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് നല്ല പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PR കിട്ടും. അപ്പം നിങ്ങളുടെ എടുക്കുന്ന ഫീൽഡ് ഇവിടെ ഷോർട്ടേജ് ഉള്ളതാണ് അല്ലെങ്കിൽ ഡിമാൻഡ് ഉള്ളതാണ്, അതിനകത്ത് നിങ്ങൾക്ക് അത്യാവശ്യം പോയിൻറ്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും PR കിട്ടും. അല്ലാണ്ട് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് വന്നിട്ട് എങ്ങനെയെങ്കിലും PR കിട്ടുകയാണെങ്കിൽ അത് ഓസ്ട്രേലിയ പോസിബിൾ അല്ല. അങ്ങനെ നോക്കാൻ നേരത്ത് മൂന്നിലും കമ്പയർ ചെയ്യാൻ നേരത്ത് എന്തായാലും കാനഡ ആയിരിക്കും ബെറ്റർ. പക്ഷേ ഓസ്ട്രേലിയക്ക് PR കിട്ടത്തില്ല എന്നുള്ളതിനൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഡിസഗ്രി ചെയ്യുന്നു. അവരുടെ ലിസ്റ്റിലെ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ഒരു ഫീൽഡിലാണ് നിങ്ങളുള്ളെങ്കിൽ, കാര്യം ഇവിടെ കുറേ ഇപ്പോൾ IT ആയിക്കോട്ടെ, ടീച്ചിങ് ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ബിസിനസ് അനലിസ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഒരു ഷോർട്ടേജിലാണ് നിങ്ങൾ വരുന്ന ഒരു വ്യക്തി, ആ ഒരു ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിനുള്ള പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും PR കിട്ടും. അതുകൂടാണ്ട് നിങ്ങൾ ഇൻ കേസ് റീജിയണൽ ഏരിയയിലേക്കൊക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് PR കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടും. പക്ഷേ ഈ മൂന്നെണ്ണത്തിലും കമ്പയർ ചെയ്യാൻ നേരത്തെ എന്തായാലും നമ്മൾ പോയിന്റ് കൊടുക്കേണ്ടത് കാനഡയിലാണ്. കാര്യം UKയും ഓസ്ട്രേലിയയുടെ കമ്പയർ ചെയ്യുമ്പോൾ കാനഡയിലാണ് അത്യാവശ്യം ഈസി PR നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലായിരുന്നു, അയ്യോ ഓസ്ട്രേലിയ ഭയങ്കര എക്സ്പെൻസീവാണ്, ഓസ്ട്രേലിയയാണ് ഏറ്റവും കൂടുതൽ പൈസ നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്, കാനഡയും UK ആണെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെന്ന്. ശരിയാണ്, ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷെ അതിനകത്ത് നിങ്ങൾ കാണാത്തൊരു സംഭവം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് മാസ്റ്റേഴ്സോ ബാച്ചിലേഴ്സോ ആണ്. നിങ്ങൾ UKയിലോ കാനഡയിലോ പോയി കഴിഞ്ഞാൽ യൂഷ്വലി 90% സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും 2 വാല്യൂ ആണുള്ളത്. അപ്പം നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ കാനഡയിൽ പോകുന്നു, കാനഡയിൽ നിങ്ങൾ പോയിട്ട് ഒരു ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുക്കുന്നു, നിങ്ങൾക്ക് വരുന്ന ചിലവെന്ന് വെച്ചാൽ 20 to 25 lakhs ആയിരിക്കും. അതേ ഒരു സിറ്റുവേഷനാണ് ഇപ്പം നിങ്ങൾ UK പോവുകയാണെങ്കിൽ നിങ്ങളൊരു
ഒരു ലോവർ ലെവൽ യൂണിവേഴ്സിറ്റി, കുറേ ലോവർ ലെവൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, ചീപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് 20 to 20 lakhs നിങ്ങൾക്ക് പഠിക്കാനൊരു ഓപ്പർച്യൂണിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ വരാൻ നേരത്ത് ഓസ്ട്രേലിയയിൽ നമുക്ക് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഒന്ന് പഠിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഓപ്പർച്യൂണിറ്റി ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റുഡൻസിനാണ്, അല്ലെങ്കിൽ എന്താ ഓൺ ഷോറിലുള്ള സ്റ്റുഡൻസിനാണ് കൂടുതലും ഗ്രാജുവേറ്റ് ഡിപ്ലോമ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ നേരത്ത് നമുക്ക് ആകെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്, അല്ലെങ്കിൽ PhD. അങ്ങനെ വരാൻ നേരത്ത് അങ്ങനത്തെ ഒരു ഡിഗ്രിക്ക് ഒബ്വിയസ്ലി ഒരു ഗ്രാജുവേറ്റ് ഡിപ്ലോമേനേക്കാളും എക്സ്പെൻസീവ് ആയിരിക്കും. അങ്ങനെ വരാൻ നമ്മൾ സ്പെൻഡ് ചെയ്യണത് ചിലപ്പോൾ 35 to 40 lakhs ചിലപ്പോൾ 60 lakh വരെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ നിങ്ങൾ വേറൊരു രീതി ചിന്തിക്കുകയാണ്, നിങ്ങൾ UK കാനഡയിലോ മാസ്റ്റേഴ്സോ ബാച്ചിലേഴ്സോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതേ പൈസയാവും. പക്ഷെ നിങ്ങൾ അവിടെ എടുക്കുന്നത് ഒരു ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചീപ്പറായിട്ട് അവിടെ പഠിക്കാൻ പറ്റുന്നത്. ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നോക്കാൻ നേരത്തെ നിങ്ങൾ കാനഡയിലും UK പഠിക്കുന്ന ഒരു ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണ്. ഒരു മാസ്റ്റേഴ്സോ ആയിട്ടോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സോ ആയിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് അതിനുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരിക്കും. പക്ഷെ നിങ്ങൾ അതേസമയം ഓസ്ട്രേലിയയിൽ പഠിക്കുന്നത് മാസ്റ്റേഴ്സോ ബാച്ചിലേഴ്സോ ആയതുകൊണ്ട് മറ്റേത് വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. സിമ്പിളായിട്ട് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് രണ്ടും രണ്ട് സാധനങ്ങളാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ആർ കമ്പയറിങ് ആൻ ആപ്പ് വിത്ത് ആൻ ആപ്പ്. രണ്ടും രണ്ട് സാധനങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. പക്ഷേ വേറൊരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിലും UK അവരങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പൈസ കുറവാണെങ്കിലും നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുത്ത് പഠിക്കാം, 20 ലക്ഷം ആവുള്ളൂ. പക്ഷേ ഓസ്ട്രേലിയ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡേ ചെയ്യുന്നില്ല. ഇവർക്ക് ആകെ മാസ്റ്റേഴ്സും ബാച്ചിലേഴ്സും ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഫൈനാൻഷ്യലി കുറച്ച് താഴ്ന്ന ലെവലിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കാനഡയിലോ UK പോയി ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുത്തായാലും പഠിക്കാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ഓസ്ട്രേലിയയിൽ അങ്ങനെ വരാൻ നേരത്തെ പോയിന്റ് ഗോസ് ടു UK ആൻഡ് കാനഡ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചീപ്പായിട്ടാണെങ്കിലും പഠിക്കാനൊരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഓസ്ട്രേലിയ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ മിനിമം വേജസ് ആണ്. മിനിമം വേജസിൽ ആദ്യം തന്നെ നമ്മൾ UK എടുക്കുകയാണെങ്കിൽ UK മിനിമം വേജസ് എന്ന് പറഞ്ഞാൽ 11.44 euros ആണ്. അതായത് ഇന്ത്യൻ റുപ്പിയിൽ വയ്ക്കാൻ നേരത്ത് 1240 രൂപ. ഓസ്ട്രേലിയ മിനിമം വേജ് എന്ന് പറഞ്ഞാൽ $23.23 ആണ്. അത് നാട്ടിലെടുക്കാൻ നേരത്തെ ഏകദേശം 1254.42 രൂപയാണ് വരുന്നത്. ഇനി നമ്മൾ കാനഡയിൽ എടുക്കുകയാണെങ്കിൽ കാനഡയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ മിനിമം വേജ് എന്നുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് കൂടുതലും പോകുന്ന മെയിൻ സിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ ഒണ്ടാറിയോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കണ്ടത്. അപ്പോൾ അത് നമ്മൾ നാട്ടിലെ ഇന്ത്യൻ റുപ്പി വെച്ച് നോക്കാൻ നേരത്തെ ഏകദേശം 1000 രൂപയാണ് ഏകദേശം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അവിടെ ഏൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് മനസ്സിലാവും ഓസ്ട്രേലിയയാണ് മിനിമം വേജസിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഇതിനകത്ത് വരാൻ നേരത്താണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷേ ഓസ്ട്രേലിയയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണ്. അപ്പോഴാണ് നമ്മുടെ അടുത്ത പോയിന്റ് വരുന്നത്, വിച്ച് ഈസ് കോസ്റ്റ് ഓഫ് ലിവിങ്. കോസ്റ്റ് ഓഫ് ലിവിങ് കേൾക്കുമ്പോൾ തന്നെ അയ്യോ ഓസ്ട്രേലിയയിലാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയാനുള്ളവരുടെ എനിക്ക് പറയാനുള്ളത് കമ്പയർ ചെയ്യുമ്പോൾ ശരിയായിരിക്കാം, ആണ്. UK കാനഡ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ രീതിയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഓസ്ട്രേലിയയിൽ കൂടുതലാണ്. പക്ഷേ കോസ്റ്റ് ഓഫ് ലിവിങ്ങിൽ മെയിൻ പോയിൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻ്റാണ്. ഈ റെൻറ്റ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ മാത്രമാണോ കൂടുതൽ, അല്ലെങ്കിൽ ഈ റെൻ്റൽ ക്രൈസിസ് നടക്കുന്നത് ഓസ്ട്രേലിയയിൽ മാത്രമാണോ? അല്ല, ഓസ്ട്രേലിയയിൽ നല്ല റെൻ്റൽ ക്രൈസിസ് നടക്കുകയാണ്. ഇപ്പോൾ ഏകദേശം അത് കുറഞ്ഞിട്ടുണ്ട് കുറച്ച് നാൾ മുന്നത്തെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ കാനഡയിൽ റെൻ്റൽ ക്രൈസിസ് ഇല്ലേ, കാനഡയിലും വളരെ 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 റെൻ്റൽ ക്രൈസിസ് ഉണ്ട്. അപ്പോൾ അത് കാരണം അവിടെ റെൻറ്റ് വളരെ കൂടുതലാണ്. ഇപ്പോൾ UK എടുത്ത് നോക്കുവാണെങ്കിൽ ഞാൻ കമ്പയർ ചെയ്തപ്പോൾ, അതായത് ഇപ്പോൾ UK ലണ്ടനും നമ്മൾ ഓസ്ട്രേലിയയിൽ മെൽബണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റെൻറ്റ് കൂടുതൽ നിൽക്കുന്നത് UK ലണ്ടനിലാണ്. അപ്പം അങ്ങനെ വച്ച് നോക്കാൻ നേരത്ത് മെയിനായിട്ടുള്ള സംഭവം, അതായത് കോസ്റ്റ് ഓഫ് ലിവിങ്ങിൽ മെയിനായിട്ടുള്ള പോയിന്റ് കൂടുതലുള്ളത് എനിക്ക് തോന്നുന്നില്ല ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഓസ്ട്രേലിയയിൽ റെൻ്റൽ ക്രൈസിസ് ആണെങ്കിൽ കാനഡയിൽ എക്സ്ട്രീം റെൻ്റൽ ക്രൈസിസ് ആണ്. റൂംസ് കിട്ടാനില്ല, വീട് കിട്ടാനില്ല, ആ ഒരു സിറ്റുവേഷനാണ് നടക്കുന്നതെന്നാണ് കേട്ടത്. അതുകൂടാണ്ട് ഇപ്പോൾ ലണ്ടനിൽ അല്ലെങ്കിൽ നമ്മൾ UK മെയിനായിട്ടുള്ള സിറ്റീസിൽ എടുത്തു കഴിഞ്ഞാൽ റെൻറ്റ് തന്നെ ഏകദേശം നമ്മുടെ ഓസ്ട്രേലിയയിൽ വരുന്ന റെൻറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്ന സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് എല്ലാവരും പറയുന്ന ഈ കോസ്റ്റ് ഓഫ് ലിവിങ് ഓസ്ട്രേലിയയിൽ മാത്രമാണ് കൂടുതലെന്നുള്ളത് പോയിന്റിനോട് എനിക്ക് യോജിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ വരാൻ നേരത്ത് കോസ്റ്റ് ഓഫ് ലിവിങ് എന്നുള്ള പോയിന്റ് എനിക്ക് ആർക്കും കൊടുക്കാൻ തോന്നുന്നില്ല. വേറൊരു സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പോയിന്റ് ശരിക്കും ഓസ്ട്രേലിയക്കാണ് കൊടുക്കേണ്ടത്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഓസ്ട്രേലിയയിൽ ഏണിങ്സെങ്കിലും കൂടുതലുണ്ടെന്ന് വിചാരിക്കാം. മറ്റേ രണ്ട് ഇപ്പോൾ UK കാനഡയിലും എടുത്തു കഴിഞ്ഞാൽ ഏണിങ്സും കുറവാണ്, പക്ഷേ എക്സ്പെൻസും കൂടുതലാണെന്നുള്ള സിറ്റുവേഷനാണ്. പക്ഷേ ഓസ്ട്രേലിയയിൽ എടുക്കാൻ നേരത്തെ അറ്റ്ലീസ്റ്റ് ഏണിങ്സെങ്കിലും കൂടുതലുണ്ടെന്ന് ചിന്തിക്കാം. പക്ഷേ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതിന് ഓസ്ട്രേലിയക്ക് പോയിന്റ് കൊടുത്താൽ ഞാൻ ഒരു ബയസ്ഡ് ആയി പോകുന്നത് കാരണം ഞാൻ ഈ പോയിന്റ് ആർക്കും കൊടുക്കുന്നില്ല. അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ സിസ്റ്റമാണ്. ഹെൽത്ത് കെയർ സിസ്റ്റം വരാൻ നേരത്തെ UK
ഏകദേശം വരുന്നത് 450 യൂറോസാണ്. അതായത് നാട്ടിലെ ഏകദേശം ഒരു 50,000 രൂപ അടുത്ത് വരുമെന്നാണ് എൻ്റെ ഒരു കണക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാനഡയിൽ എടുക്കുകയാണെങ്കിൽ കാനഡയുടെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഹെൽത്ത് കെയർ സിസ്റ്റമാണ്. പക്ഷെ അതൊരു ഗുണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഗുണമൊന്നുമില്ല എന്ന് പറയും. കാര്യം കാനഡയിലെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഡോക്ടേഴ്സ് ഇല്ല, നഴ്സസ് ഇല്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാ ഇനഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് വരുന്നത്. അങ്ങനെ വരാൻ നേരത്ത് എന്തെങ്കിലും ഒരു പനിയൊക്കെ പിടിച്ചൊരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പനി മാറി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും എമർജൻസി ഒക്കെ വരുവാണെങ്കിൽ ഒരു 3 to 4 hours ഒക്കെ എടുക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ഗുണമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ വലിയ ഗുണമൊന്നുമില്ല. ഇതിലും വല്ല പൈസ കൊടുത്തിട്ടുമില്ല, ഡോക്ടറിനെ കാണണം, മരിച്ചു കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് കാനഡയിലെ സിറ്റുവേഷൻ. അടുത്ത ഓസ്ട്രേലിയയിൽ എടുക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയുടെ ഹെൽത്ത് കെയർ സിസ്റ്റം നമുക്ക് സ്റ്റുഡൻസിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് ഹെൽത്ത് കവർ ഉണ്ട്, ഓവർസീസ് സ്റ്റുഡൻറ്റ് ഹെൽത്ത് കവർ എന്ന് വെച്ചാൽ. അപ്പോൾ അത് ഓരോ പ്രൊവൈഡറിനനുസരിച്ചാണ് ഏകദേശം എത്ര റേറ്റ് വരും എന്നുള്ളത്. യൂഷ്വലി അത് വരുന്നതെന്ന് വെച്ചാൽ $600 to $700 ആണ്. അത് നാട്ടിൽ വരാൻ നേരത്തെ ഏകദേശം ഒരു 35,000 to 40,000 രൂപ വരുന്നൊരു സിറ്റുവേഷനാണ് ഒരു വർഷത്തേക്ക്. അങ്ങനെയാണ് വരുന്നത്. പിന്നെ നിങ്ങൾ പ്രൊവൈഡറിനെ സെലക്ട് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, അത് നമ്മുടെ മൈഗ്രേഷനിലെ വെബ്സൈറ്റിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്രൊവൈഡർ ആണോ എന്ന് മേക്ക് ഷുവർ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ വിസ റിജക്ഷന് ചാൻസ് ഉണ്ട്. ചിലർ ഭയങ്കര ചീപ്പായിട്ടുള്ളത് എടുക്കാൻ പോകാൻ നേരത്ത് അങ്ങനത്തെ അവർ രജിസ്റ്റേർഡ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എടുക്കുക. അതാണ് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ കേസ്. അപ്പം അങ്ങനെ വരാൻ നേരത്ത് കാനഡ ഫ്രീ ആണെങ്കിൽ പോലും എനിക്കത് കാനഡയ്ക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. കാര്യം ഫ്രീ ആണ് പക്ഷേ ഉപയോഗമില്ല എന്നൊരു സിറ്റുവേഷനാണ്. അപ്പം അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് ഈ പോയിന്റ് UK-ക്കും നമുക്ക് ഓസ്ട്രേലിയയ്ക്കും കൊടുക്കുന്ന സിറ്റുവേഷൻ ഉള്ളത്. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ വെതറാണ്. വെതറിൻ്റെ പോയിന്റ് വരാൻ നേരത്ത് കണ്ണും പൂട്ടി ആ പോയിന്റ് ഞാൻ ഓസ്ട്രേലിയയ്ക്ക് കൊടുക്കും. നിങ്ങൾക്ക് വേറെ ഒന്നും തോന്നരുത്. അന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയുടെ വെതർ ഭയങ്കര സൂപ്പറാണെന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ബെസ്റ്റ് വെതറാണെന്നല്ല. ഓസ്ട്രേലിയയിലും വെതർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനൊക്കെയാണ്. പക്ഷേ കാനഡയും UK-യും കമ്പയർ ചെയ്യാൻ നേരത്ത് ഓസ്ട്രേലിയയുടെ വെതർ സൂപ്പറാണെന്ന് ഞാൻ പറയും. അതുകൊണ്ടാണ് പോയിന്റ് ഓസ്ട്രേലിയയ്ക്ക് കൊടുക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒയ്യോ കാനഡയിട്ട് UK-യിട്ട് പോകാനേ പാടില്ല, ഭയങ്കര തണുപ്പാണെന്ന്. അങ്ങനെ ഞാൻ പറയത്തില്ല. അവിടെ തണുപ്പാണോ? ഭയങ്കര തണുപ്പാണ്, മഞ്ഞ് പെയ്യൽ അതൊക്കെയുണ്ട്. അതൊരു വർഷം കുറച്ച് തുടക്കത്തിൽ ഭയങ്കര പാടായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ, അതും ഞാൻ പറയും. പക്ഷെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തണുപ്പാണ്, മഞ്ഞ് പെയ്യണമെങ്കിൽ അതിലുള്ള ഫെസിലിറ്റീസ് അതിൻ്റെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മാനേജ് ചെയ്യാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റില്ല, തുടക്കത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്ന് വെച്ചാൽ പോവാതെ ഇരിക്കരുതെന്ന് പറയില്ല. പക്ഷേ സ്റ്റിൽ ഞാൻ കമ്പയർ ചെയ്യാൻ നേരത്ത് ഓസ്ട്രേലിയയ്ക്ക് പോയിന്റ് കൊടുക്കും. അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഡിഫറൻസ് ആണ്. ടൈം ഡിഫറൻസിൽ വരാൻ നേരത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാനഡയുടെ ആദ്യം എടുക്കുകയാണെങ്കിൽ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ടൈം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4.5 hours ആണ് വരുന്നത്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൈം ഡിഫറൻസ് എന്ന് പറയും. ഇനി നമ്മൾ ഓസ്ട്രേലിയ എടുക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിലും ഓരോ ടൈം ആണ്. അതാണ് ഇപ്പോൾ മെൽബണിൽ എടുക്കുകയാണെങ്കിൽ മെൽബണും ഇന്ത്യയും തമ്മിൽ വരുന്ന ടൈം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 4.5 hours ആണ് വരുന്നത്. പെർത്തിൽ എനിക്ക് തോന്നുന്നു 2.5 ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഇപ്പോൾ ഏകദേശം UK-യിലെ പോലെ തന്നെ നമുക്ക് എടുക്കാം ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാനഡയിൽ എടുക്കാനകത്ത് കാനഡയിൽ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് ഏകദേശം 9 hours to 10 hours ഡിഫറൻസ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ ഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ ആരെങ്കിലും ആയിട്ടോ നാട്ടിലായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ വളരെ പാടുള്ള സിറ്റുവേഷനാണ് കാനഡയിൽ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നത് നമുക്ക് ഈ പോയിന്റ് കാനഡയ്ക്ക് കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ടൈം ഡിഫറൻസിനുള്ള പോയിന്റ് നമ്മൾ എന്തായാലും UK-ക്കും ഓസ്ട്രേലിയയ്ക്കും കൊടുക്കും. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ ജോബ് മാർക്കറ്റാണ്. ജോബ് മാർക്കറ്റ് പറയുന്നത് ഞാൻ ഓസ്ട്രേലിയ തന്നെ തുടങ്ങുകയാണ്. ഓസ്ട്രേലിയയിൽ ജോബ് മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ ജോലി അവസരങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ അത് ടോട്ടലി ബേസ്ഡ് ഓൺ യുവർ ഫീൽഡ്. ഏത് ഫീൽഡിൽ നിന്നാണോ നിങ്ങൾ വരുന്നത് എന്നനുസരിച്ചാണ് ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോയെന്ന്. കാര്യം ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ജോലിയൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇവിടെ കുറച്ച് ഒക്യുപ്പേഷൻസിന് ഇവിടെ ഭയങ്കര ഡിമാൻഡാണ്. കാര്യം ഇവിടെ ആളുകളില്ല. അങ്ങനത്തെ ഒരു ഒക്യുപ്പേഷനിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ എന്തായാലും ഇവിടെ നിറയെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് നിങ്ങൾക്ക് എവിടെ പോയാലും കിട്ടും. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡ് ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, IT ആയിക്കോട്ടെ, ടീച്ചിങ് ആയിക്കോട്ടെ, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ സ്കിൽഡ് പ്രയോറിറ്റി ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നു. നിങ്ങൾ ഇപ്പോഴും കോഴ്സൊന്നും ഡിസൈഡ് ചെയ്തില്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സ് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, അങ്ങനെ നോക്കാനകത്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ഇവർക്ക് ഡിമാൻഡ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഭയങ്കര ഷോർട്ടേജ് അല്ലാത്തൊരിതാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ജോലി കണ്ടുപിടിക്കാൻ ഇമ്പോസിബിൾ ആണെന്നല്ല, കുറച്ച് കഷ്ടപ്പെടും. അതേ സമയത്ത് ജോബ് മാർക്കറ്റിൻ്റെ കേസിൽ നമ്മൾ UK-യും കാനഡയും എടുക്കുകയാണെങ്കിൽ ജോലി അവസരങ്ങളുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ലഗ്ഗിഷ് പീരീഡ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. കുറച്ച് നാൾ മുന്നേ ആണെങ്കിലും ഇപ്പോഴാണെങ്കിലും അവസരങ്ങൾ കുറവാണ്. അതിപ്പോൾ ഏത് ഫീൽഡിലാണെങ്കിലും ജോബ് അവസരങ്ങൾ കുറവാണ്. കുറേ പേര് ജോലി ഇല്ലാതെ നടക്കുന്നത്. അത് ഓസ്ട്രേലിയയിലും ഉണ്ട്. അത് ഞാൻ പറഞ്ഞ ഫീൽഡിൻ്റെ ഡിഫറൻസ് അനുസരിച്ചാണ്. അപ്പം അങ്ങനെ വരാൻ നേരത്ത് ഈ പോയിന്റ് ആർക്ക് കൊടുക്കണമെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. പക്ഷേ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഫീൽഡിലൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ എന്നൊരു പോയിന്റ് വിചാരിച്ച് ഞാൻ ഈ ഒരു പോയിന്റ് ഞാൻ ഓസ്ട്രേലിയയ്ക്ക് കൊടുക്കും. കാനഡയ്ക്കും UK-യിലും കൊടുക്കാനായിട്ട് പറ്റത്തില്ല.
ഇനി അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനാണ്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ പറയാൻ നേരത്തെ എല്ലാവർക്കും അറിയാം, ഒബ്വിയസ്ലി UK, കാനഡ, ഓസ്ട്രേലിയ എന്ന് വെച്ചാൽ അത്യാവശ്യം ഇന്ത്യ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ കമ്പാരിസൺ നടത്തേണ്ട കാര്യമില്ല. കമ്പയർ ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ കമ്പയർ ചെയ്യാൻ നേരത്ത് നോക്കാൻ നേരത്തെ ഇപ്പോൾ UK യിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ഹൈ ലെവൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഓസ്ട്രേലിയയിലെ ഹൈ റാങ്കിങ് യൂണിവേഴ്സിറ്റിയും UK യുടെ ഒരു ലോവർ റാങ്കിങ് യൂണിവേഴ്സിറ്റിയെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒബ്വിയസ്ലി ഓസ്ട്രേലിയയിലായിരിക്കും നല്ലത്. പക്ഷേ മൂന്നിലെയും സെയിം ലെവൽ യൂണിവേഴ്സിറ്റീസ് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഏകദേശം സെയിം ലെവൽ ഓഫ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരാനത്ത് ഇവിടെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒബ്വിയസ്ലി ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണെങ്കിലും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ ആണെങ്കിലും മൂന്നിലും അത്യാവശ്യം നല്ലതായിരിക്കും. വേറെ അത്രേ ഉള്ളൂ. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നത്. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു DM അയക്കുക. ഞാൻ 2-3 ഡേയ്സിൽ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നമ്മുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് സെക്ഷനിലും ഇടാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്താ, നമ്മൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഇപ്പോൾ റീൽസ് ആണെങ്കിലും ഡേ ഇൻ മൈ ലൈഫൊക്കെ ആഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ അതും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് 10K എത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. എനിക്ക് വളരെ ആഗ്രഹമാണ് 10K എത്തിക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതൊക്കെയാണ് എനിക്ക് പിന്നെ വീഡിയോ ചെയ്യാനൊരു മോട്ടിവേഷൻ. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്താലാണ് കുറച്ചുകൂടി റീച്ച് വേറെ ആളുകളിലേക്കും ഈ വീഡിയോ ഒക്കെ എത്തുള്ളൂ. അത്രേ ഉള്ളൂ. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി കാണുന്നവരെ ബൈ ബൈ.